Hi, hello, my dear students, my dear children. We are starting part 3 class of our chapter Democracy and Indian Experience. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 8-ൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇന്ത്യയിൽ 2025 വരെ നടന്ന എല്ലാ മൂവ്മെൻറ്റ്സും, എല്ലാ ഇവൻറ്റുകളും, എല്ലാ ഹിസ്റ്ററിയും ചേർത്തുള്ള ഒരു നല്ല ചാപ്റ്ററാണ് നമ്മുടെ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട 2 മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തേത് വിമൻസ് മൂവ്മെൻറ്റ്, രണ്ടാമത്തേത് ഫിഷർമാൻസ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഈ 2 മൂവ്മെൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുക. ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമൻ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയായിരുന്നു, അതിന് ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന, നമുക്കറിയാം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വർക്കേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയാണ് ഫിഷർമാൻ. ഇന്ത്യയുടെ ഫിഷിങ്ങിനെ പറ്റി പറഞ്ഞാൽ അത് സെക്കൻഡ് ലാർജസ്റ്റ് വണ്ണാണ് ഈ വേൾഡിൽ തന്നെ. ലോകത്തിലെ തന്നെ ഫിഷിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു ചാൻസ് ഉള്ള, അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് ക്ലാസ്സാണ് ഫിഷർമാൻ. അപ്പോൾ ഫിഷർമാൻസ് മൂവ്മെൻറ്റ്സിനെ പറ്റി നമുക്കിന്ന് തന്നെ പഠിക്കണം. ബാക്കി ഇനിയും നമുക്ക് ധാരാളം മൂവ്മെൻറ്റ്സ്, വളരെ ശ്രദ്ധേയമായ, വളരെ പോപ്പുലറായ ധാരാളം മൂവ്മെൻറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു. അതെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 എണ്ണമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് ഫിഷർമാൻസ് മൂവ്മെൻറ്റും മറ്റൊന്ന് നമ്മുടെ വിമൻ മൂവ്മെൻറ്റ്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിമൻ മൂവ്മെൻറ്റ്സിലേക്ക് കയറാം. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫീമെയിൽ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ? അപ്പം നമുക്കറിയാം ട്രഡീഷണലി ഫീമെയിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്ത്രീകൾ, കുട്ടികളും ഗേൾസും യുവതികളും പ്രായം ചെന്ന എല്ലാവരെയും ചേർത്ത് നമ്മൾ പറയുകയാണ്, നമ്മുടെ ഫീമെയിൽ കമ്മ്യൂണിറ്റിക്ക് ട്രഡീഷണലായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു അൺടച്ചബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസ് നിലനിൽക്കുന്ന, കാസ്റ്റ് ഡിഫറൻസ് ഉള്ള, കൾച്ചറൽ ഡിഫറൻസ് ഉള്ള, ഇത്രയും ഒരു വാസ്റ്റായിട്ടുള്ള രാജ്യത്ത്, അതുപോലെ തന്നെ വളരെ ലോങ് ഹിസ്റ്ററി ഉള്ള ഒരു രാജ്യത്ത് ഫീമെയിൽ കമ്മ്യൂണിറ്റിയുടെ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പതറ്റിക്കായിരുന്നു. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് എന്തായിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിമൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ തന്നെ ഈ പ്രോബ്ലംസ് ആണല്ലോ കാരണം. പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ ഒരു പ്രത്യേക മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പം പ്രോബ്ലം ഉള്ളിടത്താണ് ഇതുപോലുള്ള വിമൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ വിമൻ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫീമെയിൽ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ഫീമെയിൽ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ? ഡൊമസ്റ്റിക് വയലൻസ്, ഡിനയൽ ഓഫ് റൈറ്റ്സ്, ഓപ്രഷൻ, സീരിയൽ ഹരാസ്മെൻറ്റ്, മെയിൽ സൂപ്പർമസി. അപ്പം നമുക്ക് പേജ് കണക്കിന് നമുക്ക് ഫീമെയിൽ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് ബ്രീഫാക്കി എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തേത്, കുറേ പ്രോബ്ലം എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ഹെഡിലേക്ക് കൊണ്ടുവരാം. ഡൊമസ്റ്റിക് വയലൻസ്. വീടിനുള്ളിലാണ് ഫീമെയിൽ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രോബ്ലം നേരിടുന്നത്. അതിനെയാണ് വീടിനുള്ളിൽ, അവരുടെ വീട്ടിനുള്ളിൽ തന്നെ അവരുടെ ബന്ധുക്കളായ പുരുഷന്മാരാകാം, ഫാദർ, ബ്രദേഴ്സ് ഒക്കെ ആകാം, അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഓക്കെ, ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാരും ആകാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള വയലൻസ് ആണ് ഡൊമസ്റ്റിക് വയലൻസ്. അങ്ങനെ ധാരാളം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ ഹെഡിലേക്ക് കൊണ്ടുവന്നു, ഡൊമസ്റ്റിക് വയലൻസ്. ദെൻ ഡിനയൽ ഓഫ് റൈറ്റ്സ്. നമുക്കറിയാം എല്ലാ ആളുകൾക്കും മെയിൽ ഫീമെയിൽ ഈ ഒരു ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഹ്യൂമൻ ബീങ്സ് എന്ന നിലയിലും നമ്മുടെ സിറ്റിസൺ എന്ന നിലയിലും നമുക്ക് എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അല്ലാതെ സിവിൽ റൈറ്റ്സ് ധാരാളം ഉണ്ട്. പക്ഷേ ഇതൊന്നും ഫീമെയിൽ കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്നില്ല.
അതാണ് ഡിനയൽ ഓഫ് റൈറ്റ്സ്. ഇപ്പോൾ സംസാരിക്കുന്നു, നമുക്കറിയാം ഫ്രീഡം ഓഫ് സ്പീച്ച് ഒരു സിവിൽ റൈറ്റ് ആണ്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. പക്ഷേ സംസാരിക്കാനായിട്ട് സ്ത്രീകളെ അനുവദിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരൊറ്റ ഒരു റൈറ്റ് എടുത്താൽ മതി, ഇല്ല നീ മിണ്ടാതിരിക്കാൻ പറയും അല്ലേ, സ്റ്റോപ്പ് എന്ന് പറയും. അപ്പം സ്ത്രീകളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അവരവരുടെ ആവശ്യങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല, അവരുടെ ദുഃഖങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല. സ്ത്രീകൾ മിണ്ടരുത്, അതായിരുന്നു നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഒരു ഒറ്റ കാര്യം പോലും എടുത്താൽ പോലും ആ ഒരു റൈറ്റ് പോലും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഓരോ സിവിൽ റൈറ്റും നമ്മൾ എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഇല്ലാതാവുന്നു, നിഷേധിക്കപ്പെടുന്നു. അതായത് എല്ലാം കൂടി നമ്മളൊരു ഹെഡിലേക്ക് വരുത്തി ഡിനയൽ ഓഫ് റൈറ്റ്സ്. ദെൻ പല രീതിയിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ. അതിനെ നമ്മൾ 1 by 1 ആയിട്ട് കുറേ ഓപ്പറേഷൻസിൻ്റെ നെയിമൊന്നും നമ്മൾ എഴുതുന്നില്ല. നമ്മൾ അതിനെ എല്ലാം കൂടെയും നമ്മൾ ആസ് എ ഹോൾ നമ്മൾ എന്തെഴുതുന്നു? ഓപ്പറേഷൻ, അടിച്ചമർത്തലുകൾ, ഓപ്പറേഷൻസ്. ദെൻ സീരിയൽ ഹറാസ്മെൻറ്റ്സ്. നമുക്കറിയാം ഹറാസ്മെൻറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഹറാസ്മെൻറ്റ്. വളരെ സിവിയറായിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഹറാസ്മെൻറ്റ് സംഭവിക്കുന്നു. എന്താണ് ഈ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത്? അവരെ പല രീതിയിൽ ഹറാസ് ചെയ്യുക. ചിലപ്പോൾ അവരുടെ ബോഡി ഷെയ്മിങ് ആകാം, അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലുമൊക്കെ തരത്തിൽ അവർക്ക് പണമില്ലാത്തതിൻ്റെ പേരിലുള്ള ഹറാസ്മെൻ്റ് ആകാം. നമുക്കറിയാം വരുമാനം കുറയുന്നതിൻ്റെ പേരിലുള്ള ഹറാസ്മെൻ്റ് ആകാം. ഓക്കെ, അപ്പോൾ പല രീതിയിലുള്ള ഹറാസ്മെൻറ്റ്സ്. ദെൻ നമുക്കറിയാം ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരു മെയിൽ സൂപ്രമസി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്രധാനപ്പെട്ട പൊസിഷൻസ് എല്ലാം മെയിലാണ് കൈവശം വെക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ റേഷൻ കാർഡിലെ അവിടുത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീയുടെ ഫീമെയിൽ ആളുടെ പേരും ഫോട്ടോയും ഒക്കെയാണ്, അവരുടെ പേരിലാണ് റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുക. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു. കുടുംബനാഥൻ, അതാണ് പ്രധാനപ്പെട്ടത്. മെയിൽ സൂപ്രമസിയാണ് എല്ലായിടത്തും. എപ്പോഴും നമുക്കറിയാം, ഒരു സംഘടനയാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെ മെയിൽ സൂപ്രമസിയാണ് എല്ലായിടത്തും കാണുന്നത്. നമുക്കറിയാം നമ്മുടെ ക്യാബിനറ്റ് എടുത്തേ, അതിനകത്ത് വിമൻ എത്ര പേരുണ്ട്? എല്ലാം മെയിലാണ്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനാണെങ്കിലും സോഷ്യൽ സിസ്റ്റത്തിനാണെങ്കിലും നമ്മുടെ റിലീജിയസ് സിസ്റ്റത്തിലാണെങ്കിലും ഏത് സിസ്റ്റവും നിങ്ങൾ എടുത്തോളുക, അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? മെയിൽ സൂപ്രമസി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീമെയിൽ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രോബ്ലംസ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡൊമസ്റ്റിക് വയലൻസ്, ഡിനയൽ ഓഫ് റൈറ്റ്സ്, ഒപ്രഷൻ, സീരിയൽ ഹറാസ്മെൻറ്റ്, ദെൻ മെയിൽ സൂപ്രമസി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിമാൻഡ്സ് ബിഹൈൻഡ് വിമൻസ് മൂവ്മെൻറ്റ്സ്? അപ്പം വിമൻ മൂവ്മെൻറ്റ്, നമ്പർ ഓഫ് വിമൻ മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിമൻ മൂവ്മെൻറ്റ്സിനെല്ലാം ഒരു പൊതുവായിട്ട് ആസ് എ ഹോൾ അവരുടെ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി. മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരായിരിക്കുന്ന ജെൻഡർ ഇക്വാളിറ്റി, അതാണ് വിമൻ മൂവ്മെൻറ്റ്സിൻ്റെ ഫസ്റ്റ് ഡിമാൻഡ്. ജെൻഡർ ഇക്വാലിറ്റി വരുമ്പോൾ തന്നെ ബാക്കിയെല്ലാം ഓൾറെഡി സോൾവ് ആയിക്കോളും. ബാക്കി പ്രോബ്ലം ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരൊറ്റ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്താൽ, ആ ഒരു ഡിമാൻഡ് റെഡിയായാൽ നമുക്കറിയാം ബാക്കി പ്രോബ്ലംസ് എല്ലാം അതിനോടുകൂടി തന്നെ അത് സോൾവ് ആയിക്കൊള്ളും. അപ്പോൾ ഒന്നാമത്തെ വിമൻ മൂവ്മെൻറ്റ്സിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി. ദെൻ രണ്ടാമത് നമുക്കറിയാം, കാലാകാലങ്ങളിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു ഒപ്രഷൻ, ഇങ്ങനെയൊരു ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വന്നെങ്കിൽ അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണ് അതിൻ്റെ കാരണം. പഴയ കാലത്തെ മെയിൽ എല്ലാം പഠിക്കാൻ പോകുന്നു, ഫീമെയിൽസിനെ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല, സ്ത്രീകളെ പഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അവർക്കൊരു പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമാണ് ലഭിക്കുക, ഹയർ എഡ്യൂക്കേഷൻ അവർക്ക് ലഭിച്ചിരുന്നില്ല. കാരണം എന്താണ്? സ്ത്രീകളെ പഠിപ്പിക്കുന്നത് വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് അന്ന് പേരൻസ് പോലും കരുതിയിരുന്നത്. സോ അവരവരുടെ ആൺമക്കളെ പഠിപ്പിക്കാൻ വിടും, പെൺകുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിത്തം അവസാനിപ്പിച്ച് അവരെ മാരേജ് ചെയ്യിച്ചു വിടും. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടാമത്തെ വിമൻ മൂവ്മെൻറ്റ്സിൻ്റെ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഫോർ എഡ്യൂക്കേഷൻ. ദെൻ
തേർഡ് വൺ എംപ്ലോയ്മെൻറ്റ്. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഒരു സിറ്റുവേഷനിലെ ഒരു ചിന്താഗതി ഇങ്ങനെയായിരുന്നു, സ്ത്രീകളെ ജോലിക്ക് വിടുന്നത് കുടുംബത്തിന് നാണക്കേടാണ്. സ്ത്രീകൾ ജോലി ചെയ്തു നമുക്കറിയാം അന്ന് കാലത്ത് പറയുന്ന ഒരു പറച്ചിൽ ഇങ്ങനെയായിരുന്നു, സ്ത്രീകൾ വേലയെടുത്ത് കൊണ്ടുവന്നിട്ട് കഴിയേണ്ട കാര്യമൊന്നും ഈ കുടുംബത്തിനില്ല. അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് സ്ത്രീകളെ ജോലിക്ക് വിടുന്നത് ഒരു കുറവായി, ഒരു നാണക്കേടായി അവർ കരുതിയിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഒരു കോൺസെപ്റ്റിൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം അത് സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണ് ഒരാൾക്ക് മറ്റ് സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി നമ്മളെപ്പോൾ സൗണ്ട് പൊസിഷനിൽ എത്തുന്നോ അന്ന് സ്ത്രീകൾക്ക് ഈ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി കിട്ടും, എഡ്യൂക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്കണോമിക്കലി നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്ത്രീകൾക്ക് എംപ്ലോയ്മെൻറ്റ് വേണം. അപ്പോൾ അവരെ നാണക്കേടാന്ന് പറഞ്ഞ് എംപ്ലോയ്മെൻറ്റിന് വിടാതിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിമൻ മൂവ്മെൻറ്റ്സ് മൂന്നാമതായിട്ട് അവരൊരു ഡിമാൻഡ് വെച്ചു, എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, ഈ ഡിമാൻഡാണ് സ്ത്രീകൾക്ക് സോഷ്യലി പൊളിറ്റിക്കലി അവരുടെ സ്റ്റാറ്റസ് ഉയർത്തുന്ന ഡിമാൻഡാണ് ഈ ലാസ്റ്റ് വൺ. എന്താണത്? പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ സ്പിയേഴ്സ്. പ്രപ്പോർഷണലി നമുക്കറിയാം വിമൻ നമ്പറും മെയിൽ ഫീമെയിൽ നമ്പർ നമ്മൾ ബൈ ബർത്ത് ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 50% പോപ്പുലേഷൻ വിമനാണ്. പക്ഷേ അവർക്ക് ഈ 50% പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സോഷ്യോ പൊളിറ്റിക്കൽ സ്പിയേഴ്സിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഡിമാൻഡ് എന്താണ്? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ സ്പിയേഴ്സ്. സോഷ്യൽ സ്പിയേഴ്സിലും പൊളിറ്റിക്കൽ സ്പിയേഴ്സിലും നമ്മുടെ നിയമസഭകളിലും നമ്മുടെ പാർലമെൻറ്റിലുമൊക്കെ ഒരു 50% നമ്പർ സ്ത്രീകൾ വരണം. അപ്പോൾ അവർക്ക് അധികാരം കിട്ടുമ്പോൾ, അവർക്ക് സോഷ്യലി പൊളിറ്റിക്കലി അവർ വളരെ ശാക്തീകരിക്കപ്പെടുമ്പോൾ, എംപവർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ സ്റ്റാറ്റസ് ഉയരും, ബാക്കി പ്രോബ്ലംസൊക്കെ അതോടെ സോൾവ് ആകും. ഇന്ന് നമുക്കറിയാം നമ്മുടെ നിയമസഭയിലെ 140 MLAമാരുള്ളതിൽ ഒരു 10ൽ താഴെയായിരിക്കും ഫീമെയിൽ കമ്മ്യൂണിറ്റി, 10ലും താഴെയായിരിക്കും. നമ്മുടെ ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് വളരെ 1 or 2 അത്രേ കാണത്തുള്ളൂ ഫീമെയിൽസ്. ഓക്കെ, നിങ്ങൾ മിനിസ്റ്റേഴ്സിനെ എടുത്തോ, അതിനകത്ത് എത്ര ഫീമെയിൽസ് ഉണ്ട്? 2 or 3. അപ്പോൾ this women movements demand proportional representation of women in socio-political spheres. These are the important demands of women movements. Then നമ്മൾ പഠിക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട വിമൻ മൂവ്മെൻറ്റ്സ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് നിർഭയ മൂവ്മെൻറ്റ് ഇൻ ഡൽഹി. ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് ആന്ധ്രാപ്രദേശിലാണ് നടന്നത്, അത് നമുക്ക് പഠിക്കണം. അതൊരു പ്രധാനപ്പെട്ട വിമൻ മൂവ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമൻ മൂവ്മെൻ്റാണ് നിർഭയ മൂവ്മെൻറ്റ് ഇൻ ഡൽഹി. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് പഠിക്കണം. ആദ്യം നമുക്ക് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് എന്ന് പഠിക്കാം. എന്താണ് ഈ അറാക്ക് എന്ന് പറയുന്നത്? മദ്യം അല്ലേ, മദ്യമാണ്. അത് ഒരു ലോക്കലി അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണലി അവരുണ്ടാക്കുന്ന ഒരു മദ്യമായിരുന്നു, ഒരു സാധനമായിരുന്നു. ഈ മദ്യമായിരുന്നു അറാക്ക് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ കള്ളം എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ ഒരു സാധനമാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ഇവോൾവ് ഇൻ ടു എ വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്. ഈ ആൻറ്റി അറാക്ക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീകൾക്ക് തന്നെ ഒരു ലിബറേഷൻ മൂവ്മെൻ്റായിട്ട് മാറി. അത് മദ്യത്തിനെതിരെ നടത്തിയ ഒരു മൂവ്മെൻ്റ് ആണെങ്കിലും അത് സ്ത്രീകളുടെ ലൈഫിൻ്റെ മറ്റ് ആസ്പെക്ട്സിനെയും ബാധിക്കുകയും അവരുടെ ഒരു ലിബറേഷൻ, അവരുടെ ഒരു മോചനത്തിന് തന്നെ ആ മൂവ്മെൻറ്റ് കാരണമാവുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർ സമരം ചെയ്തതെങ്കിലും അത് അവരുടെ തന്നെ ഒരു എംപവർമെൻറ്റിനെ, അവരുടെ ഒരു ലിബറേഷൻ മൂവ്മെൻ്റായിട്ട് മാറി. അതുകൊണ്ട് എന്താണ് അതെന്ന് നമുക്കൊന്ന് പഠിക്കാം. ദ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ഈസ് എ വിമൻ മൂവ്മെൻറ്റ് ദാറ്റ് എമർജ് ഇൻ ദ നെല്ലൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ് ഇൻ 1990s. 1990s 1992 ഒക്കെയാണ് അതിൻ്റെ യഥാർത്ഥ കാലഘട്ടം. അപ്പം 1990s ആ 1990കളിൽ എന്ന് നമ്മൾ പറയത്തില്ലേ, 90കളിൽ. അപ്പോൾ 90 എന്ന് പറയുമ്പോൾ
90 മാത്രം ആ ഒരു പർട്ടിക്കുലർ ഇയർ എന്നുള്ളതല്ല, 90, 91, 92, 93 അങ്ങനെയുള്ള ഇയേഴ്സിൽ നടന്ന ആന്ധ്രാപ്രദേശിലെ നല്ലൂർ ഡിസ്ട്രിക്റ്റിൽ നടന്ന ഒരു വിമൻ മൂവ്മെൻ്റ് ആണ് ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്. Thousands of women participated in it, which spread throughout the entire state later. Thousands of women participated in the anti-Arak movement, and later this movement spread all over that state. അപ്പം നല്ലൂർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് തുടങ്ങിയതെങ്കിലും അതിനകത്ത് തൗസൻഡ്സ് ഓഫ് വിമൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പിന്നീട് ലേറ്റർ അത് ആ സ്റ്റേറ്റിൻ്റെ മുഴുവനുള്ള ഒരു എൻ്റയർ സ്റ്റേറ്റിലുള്ള ഒരു മൂവ്മെൻറ്റായി മാറുകയും ചെയ്തു. ഓക്കെ, അരാക്ക് വാസ് എ ലോക്കലി ബ്യൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൽക്കഹോളിക് ബിവറേജ്. ആൽക്കഹോളിൻ്റെ അംശമുള്ള ലോക്കലി ഉണ്ടാക്കുന്ന ഒരു ബിവറേജാണ് ഈ അറാക്ക് എന്ന് പറയുന്ന സാധനം. അറാക്ക് വാസ് എ ലോക്കലി ബ്യൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൽക്കഹോളിക് ബിവറേജ്. ബിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും വസ്തുവിൽ നിന്നും ഉണ്ടാക്കുന്ന പാനീയത്തിനാണ് പറയുക ബിവറേജ്. ബിവറേജിൻ്റെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ചിരി വരും. കാരണം ബിവറേജിൻ്റെ ഔട്ട്ലെറ്റുകളാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്യൂ കാണുന്ന സ്ഥലങ്ങളല്ലേ. അവിടെയാണ് ആൾക്കാർ ഏറ്റവും നല്ല മാന്യന്മാരായിട്ട് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് ഈ ബിവറേജിൻ്റെ മുൻവശം. ഇപ്പോൾ ബിവറേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ അറക്ക് എന്ന് പറയുന്നത് ലോക്കലി ബ്യൂഡ് ഒരു ബിവറേജ് ആയിരുന്നു, ആൽക്കഹോളിക് ബിവറേജ് ആയിരുന്നു. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ആൽക്കഹോൾ ക്രിയേറ്റഡ് സോഷ്യൽ ഡിസ്കോർഡ് ആൻഡ് ഡാമേജ് ദ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽ ബീയിങ് ഓഫ് യങ് പീപ്പിൾ. ഈ നല്ലൂർ ഡിസ്ട്രിക്റ്റിലും ആന്ധ്രാപ്രദേശിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഈ ലോക്കലി ഉണ്ടാക്കുന്ന ഈ അറക്കെന്ന് പറയുന്ന ഈ ബിവറേജ്, ആൽക്കഹോളിക് ബിവറേജ് കുടിച്ചിട്ട് ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു? യൂത്ത്, യങ് പീപ്പിൾ അവർ മെൻ്റലി ഫിസിക്കലി അവർ ഡാമേജ് ആയി പോകുന്നു. സോ ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ആൽക്കഹോൾ ക്രിയേറ്റഡ് എ ഡിസ്കോർഡ് ആൻഡ് ഡാമേജ് the mental physical well-being of young people. The anti-Arak movement later evolved into a protest addressing various issues faced by women. അപ്പം തുടക്കത്തിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ അറാക്കിനെതിരെയുള്ള ആൻറ്റി അറക് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും ലേറ്റർ ദിസ് പ്രൊട്ടസ്റ്റ് അഡ്രസ് വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ വുമൻ. സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റു ഇഷ്യൂസ്, ഹരാസ്മെൻറ്റുകളും ഓപ്പറേഷൻസും അവരുടെ ഈ ഇന്നീക്വാളിറ്റിയും അങ്ങനെയുള്ള മറ്റ് ഇഷ്യൂസും അവർ അഡ്രസ്സ് ചെയ്തു ലേറ്റർ. ആൻഡ് ദേ ഇൻക്ലൂഡ് സെക്ഷുവൽ ഹരാസ്മെൻറ്റ്, വയലൻസ് ഇൻ പബ്ലിക് പ്ലേസസ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സോ anti-Arak movement later evolved into the protest addressing various issues of women like sexual harassment, violence in public places, violence, domestic violences, gender discrimination, etc. etc. അപ്പോൾ തുടക്കത്തിൽ അറാക്കിനെതിരെയുള്ള സമരമായിരുന്നെങ്കിലും പിന്നീട് ഈ സമരം മറ്റ് ഇഷ്യൂസിനെയും കൂടി അഡ്രസ്സ് ചെയ്തു. ദിസ് ഹെൽപ് ടു ക്രിയേറ്റ് സോഷ്യൽ അവയർനെസ് against drugs and the problems faced by women in society. So this anti-Arak movement, it helped to create a social awareness against the ഡ്രഗ്സിനെതിരെ ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകാനും വിമൻ പ്രോബ്ലംസിനെ പറ്റി സൊസൈറ്റിക്ക് ഒരു അവയർനെസ് ഉണ്ടാകാനും ദിസ് ആൻറ്റി-അറാക്ക് മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്തു. അതാണ് അതിൻ്റെ റിസൾട്ട്, ഇമ്പാക്റ്റ്. What is the impact of anti-Arak movement in Andhra Pradesh? നമുക്ക് എന്തെഴുതാം? This movement helped to create an awareness against the use of drugs and the problems faced by women society. Okay? ആൻറ്റി-അറാക്ക് മൂവ്മെൻറ്റ് പങ്കെടുക്കുന്ന റിയൽ പിക്ചറായത് കേട്ടോ. അന്നത്തെ ആളുകളുടെ വേഷവിധാനമൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. ആന്ധ്രാപ്രദേശിലെ നല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആൻറ്റി-അറാക്ക് മൂവ്മെൻറ്റ് ഹൈദരാബാദിൽ നടക്കുന്നതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. 1992 ആണ് അതിൻ്റെ ഇയറായിട്ട് പറയുക. അപ്പോൾ ഈ ആൻറ്റി-അറാക്ക് മൂവ്മെൻറ്റ് നടന്നത് 90s നമ്മളങ്ങ് പറഞ്ഞാൽ മതി, 90s. ഓക്കെ, അപ്പോൾ thousands of women participated in the movement. They address various problems faced by women community. Okay. Then what are the long term effects of drugs? നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് ദ യൂസ് ഓഫ് ഡ്രഗ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അറക്ക് പോലെയൊക്കെയുള്ള ആൽക്കഹോളിക് ബിവറേജ് അല്ല, ബട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ്.
സിന്തറ്റിക് ഡ്രഗ്സ്. അത് ഇറക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും മാരകമാണ്. അതെ, അതിനേക്കാൾ കൂടുതൽ ഡിസോർഡർ ഉണ്ടാക്കുന്നതാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ആൽക്കഹോളിക് ഡ്രഗ്സ് ആകട്ടെ, സിന്തറ്റിക് ഡ്രഗ്സ് ആകട്ടെ, ഏത് തരത്തിലുള്ള ഡ്രഗ്സ് ആണെങ്കിലും ലോങ് ടേം എഫക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ലോങ് ടേം എഫക്ട്സ്? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലം. ഫിസിക്കൽ ഞാൻ പറയണ്ടല്ലോ, അവരുടെ ഫിസിക്കലി അവർ വീക്കായി പോകും, വളരെ പെട്ടെന്ന് തന്നെ വീക്കായി പോകും. മെൻ്റലി നമുക്കറിയാം ഡിസോർഡറായി പോകും. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലം. ദെൻ പുവർ ഹെൽത്ത്. ഓക്കെ, പുവർ ഹെൽത്ത് അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുവർ ഹെൽത്ത്. ലോ ഇമ്മ്യൂണിറ്റി, ഇവരുടെ ഇമ്മ്യൂണിറ്റി അങ്ങ് താഴും. ഏത് രോഗവും ഇവരെ കയറി പിടിക്കും. എന്താണ് ഇമ്മ്യൂണിറ്റി? ഒരു രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പവറിനാണ് പറയുക ഇമ്മ്യൂണിറ്റി. ലോ ഇമ്മ്യൂണിറ്റി ആയി പോകും. ദെൻ ഇവർക്ക് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എയ്ഡ്സ്. കാരണം ഇവർ ഈ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നീഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സുരക്ഷിതമല്ലാതെ സെക്യൂർ അല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവരുടെ ഇടയിൽ ഭയങ്കരമായ എയ്ഡ്സിൻ്റെ സ്പ്രെഡിങ് ഉണ്ട്. ഓക്കെ, എയ്ഡ്സ്. ദെൻ STDs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്. സെക്ഷുവൽ റിലേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? STDs. ദെൻ ഇവരുടെ ഇവർക്കുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഡെത്ത്. ഇപ്പോൾ ചെറിയ ഒരു 15 വയസ്സിൽ ഒക്കെ ഡ്രഗ്സിൻ്റെ ഉപയോഗം തുടങ്ങുന്ന ഒരാളുടെ മാക്സിമം അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 30-35 ഇയേഴ്സേ ഉള്ളൂ. അതിനു മുമ്പ് മരിച്ചു പോകും. അപ്പോൾ ഡെത്ത്. ദീസ് ആർ ദ ലോങ് ടേം എഫക്റ്റ് ഓഫ് ദ യൂസ് ഓഫ് ഡ്രഗ്സ്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലം, പുവർ ഹെൽത്ത്, ലോ ഇമ്മ്യൂണിറ്റി, എയ്ഡ്സ്, STDs ആൻഡ് ഡെത്ത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു വലിയ ഇഫക്റ്റ് ഉണ്ടാക്കിയ ഒരു വിമൻ മൂവ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പഠിക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ നിർഭയ മൂവ്മെൻറ്റ്. ഡൽഹിയിൽ നടന്ന നിർഭയ മൂവ്മെൻറ്റ് എന്തായിരുന്നു? അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമുക്കത് പഠിക്കാം. ദ നിർഭയ മൂവ്മെൻറ്റ് ഈസ് എ മാസ് മൂവ്മെൻറ്റ് ദറ്റ് വാസ് ഫോംഡ് ഇൻ ഡൽഹി എഗനിസ്റ്റ് വയലൻസ് എഗൻസ്റ്റ് വുമൻ. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ്, അതിനെതിരെ ഡൽഹിയിൽ നടന്ന ഒരു മാസ് മൂവ്മെൻ്റ് ആണ് നിർഭയ മൂവ്മെൻറ്റ്. എന്താണ് മാസ് മൂവ്മെൻറ്റ്? വിമൻ മാത്രമല്ല അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. വിമൻ, ഗേൾസ്, ചിൽഡ്രൻ, മെയിൽ, യങ്സ്റ്റേഴ്സ്, ഓൾഡ് പീപ്പിൾ, എവരിബഡി. ഇറ്റ് വാസ് എ മാസ് മൂവ്മെൻറ്റ്. In 2012, a girl was sexually assaulted and murdered in Delhi. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണ്. ഈ 2012 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര വർഷങ്ങളായി നമുക്കറിയാം. ഇപ്പോൾ ഏകദേശം ഒരു 13 ഇയേഴ്സ് അല്ലേ? 14 ഇയേഴ്സായി. അപ്പോൾ ആ 14 ഇയേഴ്സ് ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. എ ഗേൾ വാസ് സെക്ഷുവലി അസോൾട്ടഡ് ആൻഡ് മർഡേർഡ് ഇൻ ഡൽഹി. ദിസ് ഇൻസിഡൻറ്റ് ലെഡ് ടു എ മാസീവ് പ്രൊട്ടസ്റ്റ് അക്രോസ് ദ കൺട്രി. ഇത് വലിയ മാസീവ് പ്രൊട്ടസ്റ്റിന് കാരണമായി ഈ കുട്ടിയുടെ മർഡർ. ദിസ് പ്രൊട്ടസ്റ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നിർഭയ മൂവ്മെൻറ്റ്. അപ്പം ഡൽഹിയിലുള്ള യൂത്ത്, അല്ലെങ്കിൽ ഡൽഹിയിലും ഇന്ത്യയിൽ തന്നെയുള്ള യൂത്തുകൾ, അവരൊരു മൂവ്മെൻറ്റ് തന്നെ ഇതിൻ്റെ പേരിലുണ്ടാക്കി. അതിൻ്റെ പേരാണ് നിർഭയ മൂവ്മെൻറ്റ്. സോ ദിസ് പ്രൊട്ടസ്റ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നിർഭയ മൂവ്മെൻറ്റ്. ദ മെയിൻ ഡിമാൻഡ് റേസ്ഡ് ബൈ ദ നിർഭയ മൂവ്മെൻറ്റ് വെയർ to take strong legal action against sexual violence against women and ensure exemplary punishment. ഈ നിർഭയ മൂവ്മെൻറ്റിന് പ്രധാനമായും 2 ഡിമാൻഡായിരുന്നു. ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ലീഗൽ ആക്ഷൻ. ടേക്ക് സ്ട്രോങ് ലീഗൽ ആക്ഷൻ എഗൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻറ്റ് എഗൻസ്റ്റ് വിമൻ. വിമനെതിരെയുള്ള സെക്ഷൽ വയലൻസിനെ സ്ട്രോങ് ലീഗൽ ആക്ഷൻ എടുക്കണം. നമുക്കറിയാം, പലപ്പോഴും ഈ വയലൻസ് ചെയ്യുന്ന ഈ പറയുന്ന ക്രിമിനൽസ് അവർ രക്ഷപ്പെടുകയാണ്. കോടതിയിലൊക്കെ അവർ രക്ഷപ്പെട്ടു പോകും. കാരണം അവിടെ തെളിവുകളുടെയൊക്കെ അഭാവത്തിൽ ചിലപ്പം ഇവരൊക്കെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പം അങ്ങനെ സംഭവിക്കരുതെന്നാണ് ഈ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ടേക്ക് സ്ട്രോങ് ലീഗൽ ആക്ഷൻ എഗനിസ്റ്റ് സെക്ഷൽ വയലൻസ് എഗനിസ്റ്റ് വിമൻ. രണ്ടാമത്തെ ഇവരുടെ ഡിമാൻഡ് എന്താണ്? എൻഷുർ
എക്സംപ്ലറി പണിഷ്മെൻറ്റ്, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള അത് എന്താണ് പണിഷ്മെൻറ്റ് കൊടുക്കണം, മാക്സിമം പണിഷ്മെൻറ്റ് അവർക്ക് കൊടുക്കണം. അതാണ് ഇവരുടെ രണ്ടാമത്തെ ഡിമാൻഡ്. എങ്ങനെയുള്ളവർക്ക്? ഈ സെക്ഷുവൽ വയലൻസ് ചെയ്യുന്നവർക്ക്. എൻഷുർ എക്സംപ്ലറി പണിഷ്മെൻറ്റ്. ദീസ് ആർ ദ ഡിമാൻഡ്സ് ഓഫ് നിർഭയ മൂവ്മെൻറ്റ്. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? നിർഭയ മൂവ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ നിർഭയ മൂവ്മെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റിയത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു നിയമം തന്നെ അതിൻ്റെ പേരിൽ പാർലമെൻറ്റ് ഉണ്ടാക്കി. ഒരു നിയമം തന്നെ ഉണ്ടാക്കി. എന്താണ് നിയമം എന്ന് നോക്കിയേ? ദ ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻഡ്മെൻറ്റ് ആക്ട് 2013. 2012 ഈ മർഡർ ഉണ്ടായത്, ഈ കുട്ടിയുടെ മർഡർ ഉണ്ടായത്. അപ്പോൾ തൊട്ട് നെക്സ്റ്റ് ഇയർ തന്നെ 2013 തന്നെ നമ്മുടെ പാർലമെൻറ്റ് നിർഭയ ആക്ട് എന്നുള്ള പേരിൽ, നിർഭയ ആക്ട് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലോങ് പേരെന്ന് പറയുന്നത് ദ ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻഡ്മെൻറ്റ് ആക്ട് 2013, നിർഭയ ആക്ട്. അതാണ് ഒന്നാമത് അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് പറയാവുന്നത്. അങ്ങനെ ഒരു ആക്ട് വന്നു. ദെൻ ദ സെക്കൻഡ് ഇമ്പാക്റ്റ്, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ടു ഡീൽ വിത്ത് സെക്ഷുവൽ വയലൻസ് കേസസ് കെയിം ഇൻ ടു ദ എക്സിസ്റ്റൻസ് ഇൻ ആ കൺട്രി. ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ സെക്ഷുവൽ വയലൻസിൻ്റെ കേസസ് ഒക്കെ പരിഗണിക്കാൻ വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോർട്സ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം കോർട്ടുകളിൽ വളരെ സ്ലോയാണ് അല്ലേ, പ്രോസസ്സൊക്കെ വളരെ സ്ലോയാണ്. ട്രയലൊക്കെ നടന്ന് അതിൻ്റെ പണിഷ്മെൻ്റൊക്കെ അനൗൺസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന നീതിയും ന്യായവും ഒന്നും ആർക്കും കിട്ടുകയില്ല. വർഷങ്ങളെടുക്കും, വർഷങ്ങൾ. ഒരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കേസുകളെ, സെക്ഷുവൽ വയലൻസ്, വിമനെതിരെയുള്ള സെക്ഷുവൽ വയലൻസ് കേസസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെപ്പറ്റി ട്രയൽ ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വയലൻസ് ഇനി ഇന്ത്യയിൽ നടന്നാൽ നേരെ ഇത് എങ്ങോട്ട് പോകും? ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളിലേക്ക് പോകും. അപ്പോൾ വളരെ സ്പീഡി ട്രയൽ നടക്കും, വളരെ സ്പീഡിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരും. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇതിന് ഇമ്പാക്റ്റായിട്ട് ഓർത്തോണം. ഒരു ക്രിമിനൽ ലോ തന്നെ നമ്മൾ അമെൻഡ് ചെയ്തുണ്ടാക്കി. എന്താണ്? ദ ഇന്ത്യൻ ക്രിമിനൽ ലോ അമെൻഡ്മെൻറ്റ് ആക്ട്, നിർഭയ ആക്ട് ഉണ്ടായി. അതിനകത്ത് വളരെ എക്സംപ്ലറി പണിഷ്മെൻ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എക്സംപ്ലറി പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? സ്ട്രോങ് ലീഗൽ ആക്ഷൻ അതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ടു ഡീൽ വിത്ത് ദ സെക്ഷുവൽ വയലൻസ് കേസസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ആ കൺട്രി. അപ്പോൾ നിർഭയ മൂവ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇനി ഒരിക്കലും ഒരു ഗേൾസിനും ഒരു വിമനിനും ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കരുതെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ നിർഭയ മൂവ്മെൻറ്റിനെ പറ്റി ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങളിതെല്ലാം ഓർക്കുക, അതിൻ്റെ ഇയറൊക്കെ ഓർക്കുക, എന്താണ് അവിടെ സംഭവിച്ചെന്ന് ഓർക്കുക, എന്താണ് ഈ നിർഭയ മൂവ്മെൻറ്റ്, എന്താണ് അവരുടെ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ്. ഓക്കെ, ദെൻ നമുക്കിനി ഫിഷർമാൻ്റെ മൂവ്മെൻറ്റിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇന്ത്യ ലാർജസ്റ്റ് ഫിഷിംഗ് നടത്തുന്ന സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ വലിയൊരു വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷർമാനാണ്. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും ആ ഓർഗനൈസേഷൻ അവർക്ക് വേണ്ടി ചില സമരങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ഫിഷർമാൻസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണെന്ന് നോക്കാം. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഓർഗനൈസേഷൻ. ഫിഷർമാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. അതിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? NFF. കോർഡിനേറ്റ് ലീഗൽ ബാറ്റിൽസ് ആൻഡ് പബ്ലിക് പ്രൊട്ടസ്റ്റ് ഓവർ ഫിഷർമാൻസ് ഇഷ്യൂസ്, സബ്സ്റ്റാൻഷിയേറ്റ്. ഫിഷർമാൻസിൻ്റെ ഇഷ്യൂസിനെ പറ്റി ലീഗൽ ബാറ്റിൽസ് നടത്തിയ, പബ്ലിക് പ്രൊട്ടസ്റ്റ് നടത്തിയ ഓർഗനൈസേഷനാണ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. അതിനെപ്പറ്റി നമ്മളൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുക. ദ അജിറ്റേഷൻസ് വെയർ ഓർഗനൈസ്ഡ് മെയിൻലി എഗനിസ്റ്റ് ദ പോളിസീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ടു ഡീപ് സീ ഫിഷിംഗ്. എന്താണ് ഈ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ? തീരത്തോടടുത്തുള്ള പ്രദേശങ്ങളിൽ പരമ്പരാഗതമായിട്ട് ബോട്ടെ നടന്ന് പിടിക്കുന്ന മീൻപിടുത്തത്തെയല്ല, ആഴക്കടലിലേക്ക് പോയി, പുറംകടലിലേക്ക് പോയി വലിയ ബോട്ടുകളിൽ വളരെ വൻതോതിൽ മീൻ പിടിക്കുന്നതിനെയാണ് നമ്മൾ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡീപ് സീ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ചില പോളിസീസ് അവർക്കുണ്ടായിരുന്നു.
ചില പോളിസീസ് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള ഫിഷർമാനിനെ അനുകൂലമല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ചില പോളിസീസ് സെൻട്രൽ ഗവൺമെൻറ് എടുത്തു. അപ്പോൾ അതിനെതിരെയാണ് NFF എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ അവർ അജിറ്റേഷൻസ് തുടങ്ങിയത്. ദ അജിറ്റേഷൻസ് വെയർ ഓർഗനൈസ്ഡ് മെയിൻലി എഗനിസ്റ്റ് ദ പോളിസീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ടു ഡീപ് സീ ഫിഷിംഗ്. അപ്പോൾ ഈ ഫിഷിംഗ് ആ ഒരു മേഖലയെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. പ്രത്യേകിച്ച് ഡീപ് സീ ഫിഷിംഗ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന് കരയ്ക്ക് ബോർഡർ ഉള്ളതുപോലെ തന്നെ സീക്കും ബോർഡറുണ്ട്, ഓഷ്യനും ബോർഡറുണ്ട്. അപ്പം നമ്മുടെ ഓഷ്യൻ്റെ ബോർഡറിലൊക്കെ പോയി ഫിഷിംഗ് നടത്തുന്ന കാര്യങ്ങളൊക്കെ ആരുടെ അണ്ടറിലാണ് അതൊക്കെ വരുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ആഴക്കടലിലേക്ക് പോലുള്ള ഫിഷിങ്ങും കാര്യങ്ങളും ഒക്കെ. അവിടെ അതിർത്തി കാക്കാൻ നമുക്ക് നേവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡീപ് സീ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയാണ് അത്. ആ അതോറിറ്റിയുടെ ചില പോളിസീസ് ഇറ്റ് വാസ് നോട്ട് ഫേവർ ഓഫ് അവർ ഓൺ ഫിഷർമാൻ. So these agitations were organized mainly against that policies. They protest over issues such as the granting of fishing licenses to foreign companies in India's maritime area. നമ്മുടെ മാരിടൈം ഏരിയ ഞാൻ പറഞ്ഞു, നമുക്ക് ലാൻഡ് ബോർഡർ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഓഷ്യനും ബോർഡർ ഉണ്ട് അല്ലേ? ബേ ഓഫ് ബംഗാളിലും അറേബ്യൻ സീയിലും നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലും എല്ലാം നമുക്ക് ഇന്ത്യയുടേതായ അതിർത്തിയുണ്ട്, ഓഷ്യൻ അതിർത്തിയുണ്ട്. ഈ ഏരിയയിലെ മറ്റ് ഫോറിൻ കമ്പനികൾക്ക് ഈ ഫിഷിംഗ് നടത്താനുള്ള ലൈസൻസ് കൊടുത്തു. അത് മോശമല്ലേ? അങ്ങനെ ചെയ്യാമോ? നമ്മുടെ ഫിഷർമാൻ ഉള്ളപ്പം ഫോറിൻ കമ്പനികൾക്ക് നമ്മുടെ ഡീപ്പ് സീയിൽ പോയി ഫിഷിംഗ് നടത്താനുള്ള പെർമിഷൻ, അതിനുള്ള ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തു. ദേ പ്രൊട്ടസ്റ്റ് ഓവർ ഇഷ്യൂസ് സച്ച് ആസ് ദ ഗ്രാൻഡിങ് ഓഫ് ഫിഷിംഗ് ലൈസൻസസ് to foreign companies in India's maritime area. Do you understand? Then they also protest against the granting of trawling licenses to foreign companies for fishing on the Indian coast, which are destroying the traditional fishing industry. Coastal ഏരിയയിൽ ട്രഡീഷണൽ ഫിഷർമാൻ ആണ് ഫിഷിംഗ് നടത്തുക. കാരണം എന്താ? അവർക്ക് ചെറിയ വള്ളങ്ങളിൽ ചെറിയ വലകളുമായിട്ട് പോയി അവർ കോസ്റ്റൽ ഏരിയയിൽ നിന്നൊക്കെ കുറച്ച് മീനെ പിടിക്കും. എന്നാൽ വൻ കമ്പനികളാണ് ഈ ഡീപ്പ് സീ ഫിഷിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ഡീപ്പ് സീ ഫിഷിങ്ങും ഫോറിൻ കമ്പനികൾക്ക് അതിന് ലൈസൻസ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ഫിഷർമാൻ ഫിഷിംഗ് നടത്തുന്ന നമ്മുടെ കോസ്റ്റൽ ഏരിയയിലും ട്രോളിംഗ് നടത്താനായിട്ടുള്ള ലൈസൻസ് ആർക്ക് കൊടുത്തു? ഫോറിൻ കമ്പനികൾക്ക് കൊടുത്തു. എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നോക്കി. So this central government, they issue trawling licenses to foreign companies for fishing on the Indian coast, which were destroying the traditional fishing industry. So this NFF, they organized so many agitations and strikes against these policies of central government. അപ്പോൾ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള അജിറ്റേഷൻസ് നടത്തിയതെന്നുള്ളതിൻ്റെ അതിൻ്റെ റിയൽ റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വരിക. ഫിഷിംഗ് ലൈസൻസസ്, സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ഫിഷിംഗ് ലൈസൻസസ് ടു ഫോറിൻ കമ്പനീസ് in India's maritime sea area. And another one is the central government, they grant trawling licenses to foreign companies in the coastal areas and destroy the traditional fishing industry. Okay. Thank you children. Thank you so much. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വിമൻ മൂവ്മെൻറ്റ്സ് 2 പഠിച്ചു. ആൻറ്റി അറക് മൂവ്മെൻറ്റും നിർഭയ മൂവ്മെൻറ്റും, അതുപോലെ തന്നെ NFF നടത്തിയ ചില അജിറ്റേഷൻസ്, അതിൻ്റെ റീസൺസ്, അതെന്താണ് ഇഷ്യൂ എന്നെല്ലാം നമ്മൾ പഠിച്ചു. താങ്ക് യു ചിൽഡ്രൻ. മറ്റ് ചില അജിറ്റേഷൻസുമായിട്ട് മൂവ്മെൻറ്റ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ വളരെ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ 8th ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 ക്ലാസ്സിൻ്റെയും PDF, അതിൻ്റെ നോട്ടിൻ്റെ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളെടുത്ത് കാണുക, നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ഈ 3rd 1ൻ്റെ PDF ഉടനെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്.
താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. ചില ടീച്ചേഴ്സൊക്കെ ടീച്ചറിനോട് അവരുടെ സ്വന്തം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കറിയാം ഓരോരുത്തർക്കായിട്ട് സെൻഡ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഇതിൻ്റെയൊക്കെ നോട്ട് ടീച്ചർ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 7th ചാപ്റ്ററിൻ്റെ നോട്ടും ഉടനെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യുകയും നിങ്ങൾക്ക് നോട്ടുകൾ എഴുതുകയും ചെയ്യാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.